നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് 2025 വോട്ടേഴ്സ് ദിനത്തിൻ്റെ ദിനാചരണ വിഷയം. ആദ്യമായി വോട്ട് ചെയ്യാൻ അർഹത നേടിയവരെയും യുവാക്കളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI തുടങ്ങിയവയ്ക്കായ കറണ്ട് അഫയേഴ്സ് 2025 മാർച്ച് 15 ശനിയാഴ്ചത്തെ തൊഴിൽ വേദിയിലെ കറണ്ട് അഫയേഴ്സാണ് ചർച്ച ചെയ്യുന്നത്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച 3ാം തലമുറ ടാങ്ക് വേദ മിസൈൽ നാങ്ക് MK പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡൻ്റായിരുന്ന നവാബ് സലാം 71 ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് നിയമിക്കപ്പെട്ടത്? ലബനൻ. 2008 മുതൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായിരുന്ന സലാം 2024 ഫെബ്രുവരി 6 മുതൽ 2025 ജനുവരി 14 വരെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. മഹാകുംഭമേളയെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആകാശവാണി ആരംഭിച്ച FM ചാനൽ കുംഭവാണി 2025 ജനുവരി 10 മുതൽ കുംഭമേളയുടെ സമാപന ദിനമായ ഫെബ്രുവരി 26 വരെയായിരുന്നു പ്രക്ഷേപണം. ശത്രു ഡ്രോണുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ തദ്ദേശീയ മൈക്രോ മിസൈൽ ഭാർഗവാസ്ത്ര. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ WEF 55ാമത് ഉച്ചകോടി നടന്നത് ഇവിടെ വച്ചാണ്, ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ജനുവരി 20 മുതൽ 24 വരെയാണ് നടന്നത്. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യം സൗദി അറേബ്യ. 2 വർഷത്തിനകം രാജ്യത്തെ മുഴുവൻ സർക്കാർ പ്രവർത്തനങ്ങളും AI അധിഷ്ഠിതമാകും. 1300 കോടി ദിർഹമാണ് ഇതിനായി ചെലവഴിക്കുന്നത്. മുൻ US പ്രസിഡന്റ് ജോൺ ബൈഡൻ സർക്കാരിൻ്റെ എത്ര എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പിൻഗാമിയായ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്? 78 എണ്ണം. ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥ ഉടമ്പടി എന്നിവയിൽ നിന്ന് പിന്മാറി. മെക്സിക്കോ US അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പുറമെ മെക്സിക്കോ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടൽ എന്ന് പുനഃനാമകരണം ചെയ്യുകയും നടപടി സ്വീകരിച്ചു. ക്യൂബയെ വീണ്ടും ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ചു. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന പ്രസിഡന്റിൻ്റെ ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകളാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം 18% നൽകുന്ന രാജ്യം കൂടെയാണ് US. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ജിതിൻ വിജയൻ. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പുരസ്കാരമാണിത്. 2023 ജൂലൈ 1 ത്രിവർണ്ണ പതാകയുമേന്തി 42,431 അടി ഉയരത്തിൽ നിന്ന് ചാടി ജിതിൻ ലോക റെക്കോർഡ് നേടിയിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ് ഈ 42-കാരൻ. എത്രാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് 2025 ഫെബ്രുവരി 2 മുതൽ 9 വരെ പമ്പ മണൽപ്പുറത്ത് നടന്നത്? 113. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം ആറന്മുളയിൽ നടന്നത് ഏത് പേരിലാണ്? സുഗതോത്സവം. 2025 ജനുവരി 25 ഏത് നവോത്ഥാന നായകൻ്റെ 75ാം ചരമദിനവാർഷമാണ് ആചരിച്ചത്? ഡോക്ടർ P. പൽപ്പു. 1863 നവംബർ 2 തിരുവനന്തപുരം പേട്ടയിൽ ജനനം. 1984 തിരുവിതാംകൂറിലെ വൈദ്യശാസ്ത്ര പ്രവേശന പരീക്ഷയിൽ 4ാമതിനായി വിജയിച്ചെങ്കിലും ഈഴവ സമുദായമായതിനാൽ പ്രവേശനം ലഭിച്ചില്ല. 1885 മദ്രാസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. വൈദ്യശാസ്ത്ര ബിരുദം നേടിയതിനു ശേഷം തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ജോലിക്ക് അപേക്ഷിച്ചുവെങ്കിലും ലഭിച്ചില്ല. 1891 മൈസൂർ മെഡിക്കൽ സർവീസിൽ ജോലി ലഭിച്ചു. 1892 നടന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഭാരതയാത്രയിൽ ആദ്യം കേരളം ഉൾപ്പെട്ടിരുന്നില്ല. മൈസൂർ നേരിട്ട് കണ്ട ഡോക്ടർ പൽപ്പു ആണ് വിവേകാനന്ദനെ കേരളത്തിലേക്ക് എത്തിച്ചത്. ജാതീയ വിവേചനങ്ങൾക്കെതിരെ തിരുവിതാംകൂർ കോട്ടയ്ത്തീയൻ എന്ന തൂലികാനാമത്തിൽ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചു. 1896 മലയാളി മെമ്മോറിയൽ നിവേദനത്തിൽ 1891 മൂന്നാമനായി ഒപ്പുവെച്ചു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ്.
SNDP യോഗത്തിൻ്റെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം യോഗത്തിൻ്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു. ശ്രീനാരായണ ഗുരുവായിരുന്നു ആദ്യ അധ്യക്ഷൻ. 1950 ജനുവരി 25 അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുക്കുകെട്ട് രംഗത്ത് പ്രശസ്തനായ വ്യക്തി നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ. കഥകളി ആചാര്യന്മാരായ ഗുരുകുഞ്ചുകുറുപ്പ്, കലാമണ്ഡലം കൃഷ്ണനായർ, വാഴയങ്കട കുഞ്ഞുനായർ തുടങ്ങിയവർ മുതൽ പുതുതലമുറയിൽപ്പെട്ട കലാകാരന്മാർ വരെ ഇദ്ദേഹത്തിൽ നിന്ന് കിരീടം വാങ്ങി അണിഞ്ഞാണ് അരങ്ങിൽ തിളങ്ങിയത്. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സയൻസ് പ്രസിഡൻ്റാണ് വഹിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ AFI പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു. 2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ ഷോട്ട്പുട്ടിൽ സ്വർണ്ണ ജേതാവായ സാഗു പഞ്ചാബ് സ്വദേശിയാണ്. ആദിൽ സുമരിവാലയുടെ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ: മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്, മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, മികച്ച നടൻ എഡ്രിയൻ ബ്രോസി, മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ കോടി മ്യൂസിക്കൽ വിഭാഗത്തിലെ മികച്ച സിനിമ തുടങ്ങിയ പുരസ്കാരങ്ങൾ ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരേസ് സ്വന്തമാക്കി. വോട്ടേഴ്സ് ദിനം. ദേശീയ വോട്ടേഴ്സ് ദിനം എന്നാണ് ജനുവരി 25. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥാപക ദിനമാണ് 1950 ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. 2011 മുതൽ ആചരണം നടന്നു വരുന്നു. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 ആയിരുന്നു. 1988 അത് 18 കുറച്ചു. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് 2025 ദിനാചരണ വിഷയം. ആദ്യമായി വോട്ട് ചെയ്യാൻ അർഹത നേടിയവരെയും യുവാക്കളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാനാണ് ഈ ദിനം. പത്മ പുരസ്കാരങ്ങൾ. ഏത് മലയാള എഴുത്തുകാരനാണ് 2025 മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയത്? MD വാസുദേവൻ നായർ. വയലിൻ വിദ്വാൻ L സുബ്രഹ്മണ്യത്തിനുൾപ്പെടെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്. നടി ശോഭന. കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെ 19 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. കർണാടക സംഗീതജ്ഞ ഡോക്ടർ ഓമനക്കുട്ടി. ഫുട്ബോൾ താരം IM വിജയൻ. മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദുരൈ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു.